പോത്തങ്കണ്ടം ശംസുലുലമ ഹിഫ്ലുൽ ഖുർആൻ അക്കാദമിയും MSF SKSSF എന്നിവയും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പോത്തങ്കണ്ടം ശംസുലുലമ ഹിഫ്ലുൽ ഖുർആൻ അക്കാദമിയും MSF SKSSF എന്നിവയും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. രാവിലെ ഖബർ സിയാറത്തിന് ശേഷം സ്വാഗതസംഘം ചെയർമാൻ റഹീം വള്ളിപ്പിലാവ് പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മത്സര പരിപാടികൾ നടന്നു. വൈകുന്നേരം കാക്കടവ് നൂറുൽ ഹുദ മെഗാ ദഫ് സംഘത്തിൻ്റെയും പെരുമ്പട്ട നജ്മുൽ ഹുദ സ്കൗട്ട് പരേഡിൻ്റെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. അഹമ്മദ് മൗലവി, അയ്യൂബ് ദാരിമി, അഹമ്മദ് പോത്താങ്കണ്ടം, PPS സൈനാർ മൗലവി, MDP ഷൗക്കത്ത് അലി, റഹീം വള്ളിപ്പിലാവ്, N മുത്തലീബ് ഹാജി, VP അബ്ദുൽ അസീസ്, TP മായിൻ പടന്ന, AK ഷഗീർ, അഫ്സൽ N, മൊയ്തീൻ കുഞ്ഞി മാഷ്, വയക്കര അബ്ദുള്ള, അഹമ്മദ് കുഞ്ഞി അരിയങ്കല്ല്, OT ഷാദുലി, സലാം പേരളം തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് ഹാഫിൾ അയ്യൂബ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ A അഹമ്മദ് മൗലവി അധ്യക്ഷത വഹിച്ചു. ലുഗ്മാൻ അസദി പ്രാർത്ഥന നടത്തി. കൺവീനർ AK ഷഗീർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും ദഫ് കലാപരിപാടി അരങ്ങേറി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ വസ്ലി വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു ഹാദിഹി ഹദിയത്തുൻ വാസില വറഹ്മതൻ നാസില വബറകതൻ ശാമില അവല മിന്നാ ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇലാ ഹദ്റത്തി സായിരിൽ അംബിയാഇ വൽ ദേഷ്യം കൊണ്ട് അവരുടെ മുഖങ്ങൾ കറുക്കുമായിരുന്നു എന്ന് ഖുർആൻ അടിവരയിട്ടത്. അത്തരത്തിലുള്ള മർത്തമിലാണ് മുത്തുനബി സത്യദീനിൻ്റെ പവിത്ര മുത്തുകൾ വാരി വിതറിയത്. സ്ത്രീകുലത്തിന് സ്വാതന്ത്ര്യ റൂട്ട് വെട്ടിയത് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ.
أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യമാണ് അദ്ദേഹം. ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ വല്ലാത്തൊരു സുഗന്ധമടിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഓ ജിബ്രീൽ, ഇവர்கள் ചൂണ്ടി 2 ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകനെ, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, ഇതിൽ ഒരാൾ ഏശനക്കാരും മറ്റേയാൾ മൂത്രശുദ്ധി വരുത്താക്കളെയും നാം അറിഞ്ഞിരിക്കലും അവരെ അനുകരിക്കാൻ ശ്രമിക്കലും നമുക്ക് വളരെ അനിവാര്യമാണ്. ലോകം കണ്ട നന്മയുടെ വക്താക്കളിൽ വെച്ച് നമുക്ക് ധൈര്യപൂർവം ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തിത്വമാണ് ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കച്ചവടം പലിശയിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി, പലിശ ഇടപാട് നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത്. ബഹുവന്യരായ ഉസ്താദുമാരെ, വാത്സല്യനിധികളായ മാതാപിതാക്കളെ, സ്നേഹിതരെ, ജീവിതം ആസ്വാദത്തിൻ്റേത് മാത്രമാണെന്ന കാഴ്ചപ്പാടിലാണ് പുതു. ഒരു ദിവസം മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തിയതടിയുണ്ട്, അതുമെത്തും സ്വർഗത്തട്ടും ദറജത്തും ഫളിൽ മുത്തും മണിമുത്തിൽ കറമുത്തിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതൻ റഹീം അൽഹംദുലില്ലാഹ് അൽ വാഹിദിൽ ഖഹ്ഹാർ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.